ഇന്നത്തെ വിളവെടുപ്പിന് ഒരു വെറൈറ്റി കൊട്ടയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ കൊട്ടയ്ക്ക് ഒരു 8 വർഷത്തെ പഴക്കമുണ്ടാവില്ല കുഞ്ഞോളെ. ഇന്ത്യയും കുഞ്ഞോളെയും എൻഗേജ്മെന്റിന് കുഞ്ഞോൾക്ക് മിഠായി കൊടുത്ത കൊട്ടയിട്ടോ. എന്തായാലും സൂക്ഷിച്ചു വെച്ചോണ്ട് ഇപ്പം ഉപകാരപ്പെട്ട് വാ എന്താ വിളവെടുക്കുന്നൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ. നോക്കി കയറിട്ട് അതില് ചൈനീസ് കാബേജ് ഉണ്ട്, തട്ടല്ലേ കേട്ടോ. അപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മൾ കോവല് പന്തലിട്ടതിന്റെ അടിഭാഗത്താട്ടോ. അപ്പം 2 ആഴ്ച മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു നമ്മളെ ഇതിനൊക്കെ മണ്ണ് കയറ്റി കൊടുക്കുന്നത് അല്ലേ. ഒരാഴ്ച കഴിഞ്ഞില്ലേ, 1.5 ആഴ്ചയായി. നമ്മളെ ബ്രൊക്കോളിക്കൊക്കെ ചൈനീസ് കാബേജിനൊക്കെ മണ്ണ് കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതാ തൈകളൊക്കെ നല്ല വളരുന്നുണ്ട്. അപ്പം വിളവെടുക്കാൻ പോകുന്നത് ഇതാ നമ്മളെ ക്യാരറ്റ്. കുറേ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്ന ക്യാരറ്റ്, പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായി കാണിച്ചിട്ടില്ലേ. നമ്മൾ ബീറ്റ്റൂട്ട് നട്ട സമയത്ത് നട്ട ക്യാരറ്റാണ്. പിന്നെ അതാ ഒരു 3 ചട്ടിയിൽ 3 ചട്ടിയിൽ ബീറ്റ്റൂട്ടും ഉണ്ട്. അത് നമ്മൾ നിർത്തിയതാണ്, വലുപ്പമായിട്ടില്ല എന്നത്. ഇപ്പോഴും വലിയ വലുപ്പമൊന്നും ഇല്ല ഒന്ന്. അപ്പോൾ അതും പറിച്ചെടുക്കണം. ഇല്ല, ഇതില് ചെറിയ സീനും ഉണ്ടല്ലോ. തക്കാളി ഉണ്ട് അല്ലേ. തക്കാളി ഇഷ്ടം പോലെ തക്കാളി ഇങ്ങനെ പടുമുളായിട്ട് വരികയല്ലേ ഇങ്ങനെ ചട്ടിയിലൊക്കെ. അപ്പൊ നമുക്ക് ചട്ടി മൊത്തത്തിൽ കൊട്ടിയെടുക്കാൻ പറ്റില്ല, പറിച്ചെടുക്കാം അല്ലേ. ഈ ചട്ടി നിർത്തണം. പിന്നെ അതാ ചെറിയൊരു സീൻ ഉണ്ടായത്. ഇല്ല, പൊട്ടിയോ? പൊട്ടി. ഇവിടുന്ന് കുറച്ച് റിസ്ക് ആണ് ഇരുന്ന് പണിയെടുക്കാൻ. അതായത് കുറച്ച് മാറ്റി വെക്കണം. നമ്മളധികം ബീറ്റ്റൂട്ടും ഇതിനുള്ളിൽ നിന്നൊക്കെ വിളവെടുക്കുന്ന സാധനം നമ്മൾ പുറത്തേക്ക് വെച്ചിട്ടാണ് ചെയ്യലല്ലേ. ഇത് പിന്നെ ലാസ്റ്റ് ആയി ഈ ഒരു ഏരിയയിലും കൂടെ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ പുതിയ ചട്ടി ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഈ ബ്രൂക്കോളിയൊക്കെ നമുക്ക് എടുത്ത് ഇങ്ങോട്ട് വെളിച്ചെല്ലോട്ട് വെക്കാം അല്ലേ. എന്നാൽ അടുത്ത ചട്ടി ഇവിടെ കയറ്റം ചെയ്യാം. കുറച്ചും കൂടെ ക്യാരറ്റ് നമ്മൾ പുതിയ നട്ടുണ്ടാക്കൊണ്ട് കൊണ്ടുവരും വേണം. അപ്പൊ പണി കിട്ടിയെന്ന് പറഞ്ഞതാണ്. ക്യാരറ്റിലൊക്കെ നോക്ക്, ഈ സാധനം വന്നാൽ തോട്ടത്തിലില്ല, എങ്ങനെ വന്നെന്ന് ഞങ്ങൾക്കറിയില്ല. നമ്മുടെ മൂടില്ലാത്ത ആളി എത്ര പറിച്ചിട്ട് നമ്മൾ അറിയാതെ കൊണ്ട് ഇടും. ഇതിന് വേരില്ലാത്ത കാര്യങ്ങൾ മറന്നു പോകും. പറിച്ചിട്ട് നമ്മൾ മാറ്റിയിടരുത്. അടുപ്പ് തീരിട്ട് കത്തിക്കണം, എന്നാലേ സാധനം പോകുള്ളൂ. അത്ര റിസ്ക്. അപ്പം ഇത് ഇപ്പൊ കുറേയൊക്കെ 2 ദിവസം മുന്നൊക്കെയാണ് ഇങ്ങനെ എടുത്തിട്ട് കത്തിച്ച് കളഞ്ഞ്. ഇങ്ങനെ തീയിട്ട സമയത്ത് നമ്മൾ ആടിന് വെള്ളം ചൂടാക്കൂലേ, തീയിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇട്ടിന നിറച്ചുണ്ട്. ഇതെങ്ങനെ വന്നെന്നറിയില്ല. ക്യാരറ്റിൽ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. എന്തായാലും ഇവിടെ നിലത്തൊക്കെ വീണതൊക്കെ പെറുക്കിയെടുത്തിട്ട് ഇത് കൊണ്ടുപോയിട്ട് കളയണം. ഏതാ? ഊട്ടിയിലെ ക്യാരറ്റിന്റെ വീഡിയോ നമ്മൾ ചെയ്താലോ. ഞാനും കുഞ്ഞോളും കൂടെ ഊട്ടിയിൽ പോയിട്ട് ക്യാരറ്റിന്റെ തോട്ടം കണ്ട്. പക്ഷെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് നോക്കുമ്പോൾ എല്ലാവരും പോകാന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയോ ഓട്ടം. നല്ല ക്യാരറ്റ് തോട്ടമായിരുന്നു അത്. പിന്നെ പറഞ്ഞിങ്ങനെ നിൽക്കണം, നമുക്ക് ഓരോ ക്യാരറ്റ് പറിക്കണം അല്ലേ. ആദ്യം ചൈനീസ് കാബേജ് ഉണ്ട്. ഇതൊക്കെ ചൈനീസ് കാബേജ് ആയതാട്ടോ. ഇതൊക്കെ തീർക്കണം. ഇനി ഇങ്ങനെ നിർത്തിയിട്ട് എന്താ, മാറ്റി വെക്കട്ടെ. പറിക്കാനുള്ള ചട്ടി ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കാം. ഇതിന് മുകളിൽ തന്നെ നോക്കി ക്യാരറ്റ് കാണുന്നത്. എന്താ അവസ്ഥ എന്നറിയില്ല. വലിയ വലുപ്പമൊന്നും ക്യാരറ്റിന് പ്രതീക്ഷ ഇല്ല. ക്യാരറ്റും ബീറ്റ്റൂട്ടും നമ്മൾ പറഞ്ഞല്ലോ മണൽ കുറച്ച് കുറഞ്ഞു വരുന്നു നിറച്ച സമയത്ത്. പച്ചമുളകിന് വേണ്ടി മിക്സ് ചെയ്ത് വെച്ച മണ്ണിലായിപ്പോയി നമ്മള് ക്യാരറ്റ് സെറ്റാക്കിയപ്പോൾ പിടിച്ച് പൊന്തിച്ചാലോ. കിട്ടുന്നുണ്ട്. വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നല്ലതിനു. അറിയില്ലേ, മണലുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നു. മണ്ണായതുകൊണ്ട് കുറച്ച് ഉറപ്പ്. മണ്ണ് കൂടിയതുകൊണ്ട്, മണ്ണായതുകൊണ്ടല്ല, മണ്ണ് കൂടിപ്പോയി. ഒരുമിച്ചെടുക്കാം. താഴേക്കൊന്നും ഇല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഗ്രോ ബാഗിൽ സൂപ്പർ ക്യാരറ്റ് ആണ് അല്ലേ. അങ്ങനെ ആക്കണം അടുത്ത ബാച്ചെങ്കിലും. ഇതാ കിട്ടിയ ക്യാരറ്റ്. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ക്യാരറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഒരു ക്യാരറ്റിന്റെ അത്ര പോലില്ലല്ലോ. കുഴപ്പമില്ല. അതാണ് ടൈമൊക്കെ ആയതാട്ടോ, നിർത്താനൊന്നുമില്ല. ബീറ്റ്റൂട്ടിന് എന്നാലും ബീറ്റ്റൂട്ട് കുറച്ചെങ്കിലും വലിപ്പമുള്ളത് കിട്ടിയില്ലേ. നോക്കണ്ട, വിളവെടുപ്പില് ഞാൻ പറഞ്ഞല്ലോ ചിലത് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷയിലും കൂടുതൽ കിട്ടും. 100 കിട്ടിയില്ലേ പത്തിഷല്ലോ. ഇതെന്താ ഉരുണ്ടു പോയിക്കാണല്ലോ. തീരെ പോയില്ല. ക്യാരറ്റ് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ആ വീഡിയോ ഇട്ടാണല്ലേ ബിയമോള് പിടിച്ചിരിക്കുന്നതൊക്കെ. സൂപ്പർ ക്യാരറ്റിനാ അത്. ബിയമോള് ഐസും ബിയമോളും ബിയമോള് നട്ട ക്യാരറ്റിനെ ഉള്ളത്. അത് നമ്മൾ വിത്തിട്ടതായിരുന്നു. നമ്മൾ ട്രേത്തായി ഒക്കെ വാങ്ങിയതാ. 2 ചട്ടി കഴിഞ്ഞ്. ക്യാരറ്റ് മോശം തന്നെയാണ്, അത് കുഴപ്പമില്ല. ഇത് ഓക്കെ. ക്യാരറ്റ് എന്താണ് ഇവിടെ അത് മണ്ണ് ഉറച്ചിട്ടാ തോന്നുന്നു കേട്ടോ. പിന്നെ ഇതിന് പ്രശ്നം പറ്റിയില്ലേനു, മണ്ണ് കൂടുതലായി പോയതിനോ. ഇട്ട് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പിലും ആ ഒരു പ്രശ്നം. അത് പൊട്ടിപ്പോയല്ലോ. ഇതിങ്ങനെ ഇറക്കാം. എന്താ പറയുക, ഒരു ചീരത്തൈ ഉണ്ടായിരുന്നില് അതിന്റെ വേരിൽ കുടുങ്ങിപ്പോയതാ. ക്യാരറ്റ്
ഒരു വെറൈറ്റി ക്യാരറ്റ് ആയാലത് ഉരുളക്കിഴങ്ങ് പോലത്തെ ക്യാരറ്റ് കിഴങ്ങ് പോലെ അല്ലേ ക്യാരറ്റ് ഇങ്ങനല്ല നീളത്തിലല്ലാതെ നോക്കണ്ട അടുത്ത ക്യാരറ്റ് എന്തായാലും സെറ്റാണ് പുതിയ നട്ടതുണ്ട് നമ്മൾ വിത്തിട്ട ഈ ട്രേ തൈ ഒരു സുഖം കിട്ടിയില്ല നമുക്ക് അതുകൊണ്ട് നമ്മൾ നോക്ക് ഉരുളൻ ക്യാരറ്റ് വൈകല്യല്ലേ ക്യാരറ്റ് അവരോ ഇതൊക്കെ ഒന്ന് ഷേപ്പ് ഇതാ ഇത് ഇങ്ങനെ പോണം ഈ ഒരു ഷേപ്പിലോട്ട് പോയിട്ട് വണ്ണം വെച്ച് വരണം അതാണ് മണ്ണ് ഉറച്ചുപോയി ലൂസ് ഇല്ല അതാണ് അവിടെ നിന്നിട്ട് മുരടിച്ചു പോയത് മുരടിച്ചു പോയത് അതന്നെ പറഞ്ഞേ ഇതിന് നിറച്ചപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു പിന്നെ നമ്മൾ തൈ കൊടുന്ന് വെച്ചും പോയി പിന്നെ കുറച്ച് മണലൊക്കെ ഉള്ളത് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചപ്പോ അത് നിറച്ചതും കൂടിപ്പോയി നമ്മൾ മുകളിലോട്ട് ഇട്ട് കൊടുക്കാനേ ഇപ്പൊ നമ്മള് നാളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം പുതിയ നട്ടിയിലടി അല്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സ്വാമിനാഥ ഫൗണ്ടേഷന്റെ നല്ല വിത്ത് കിട്ടിയത് ടോപ്പ് ക്യാരറ്റ് കിട്ടിയത് അത് നമ്മളിവിടെ കുറച്ച് വിളവെടുപ്പിന് ആയതുകൊണ്ടായിരിക്കും അതൊക്കെ ഊട്ടിയിൽ നമ്മൾ നട്ടതല്ല വേണ്ടത് നട്ടാൽ അധികം വലിപ്പമായിട്ടില്ലോ തുടക്കത്തിലാ എന്ത് കുഴപ്പമില്ലല്ലേ ഇത് നമ്മളെ ഇതില് കടയിലൊക്കെ വിൽക്കാൻ വരുന്നതില് തൂക്കൊപ്പിക്കാൻ വേണ്ടിയില്ല ചെറിയ ചെറിയ കുറ്റികൾ അങ്ങനത്തെ സാധനങ്ങളാ നമുക്കൊരു ഉപ്പേരിക്കും ജ്യൂസ് അടിക്കാനൊക്കെ ഉണ്ടല്ലേ ക്യാരറ്റ് ജ്യൂസ് അടിക്കാൻ ക്യാരറ്റ് ഇതിലൊക്കെ ചുക്കുട്ടി ഇല നുള്ളിക്കോളില്ലേ കളയണ്ടല്ലേ ഇത് അവിടെ ഒരു ചുക്കുട്ടി ഉണ്ട് ഇതാ മണിത്തക്കാളി എന്നല്ല പറയാ ചുക്കുട്ടി ഇതാ ഇത് എന്തായാലും ഉമ്മ കുറച്ചും കൂടെ അവിടെയൊക്കെ പറിക്കാനുണ്ട് അത് കൂടെ അടച്ചിട്ടേ ഉപ്പേരി വെച്ചോളൂ അത് കളയണ്ട എന്തായാലും മണ്ണ് പൊട്ടണില്ലല്ലോ ഇനി ഈ ഒരു ഐറ്റം ക്യാരറ്റ് അല്ലല്ലോ ഇത് പറയാൻ പറ്റില്ല കേട്ടോ നമ്മള് അധികം നട്ടത് നീളത്തിൽ വരുന്ന ക്യാരറ്റാ ഇതൊക്കെ ഉണ്ടോ എല്ലാവരും ഷോർട്ട് ക്യാരറ്റ് ഇങ്ങനത്തെ വരലുണ്ട് ഇടയ്ക്ക് കടയിലൊക്കെ ഇനാണോന്ന് അറിയില്ല എന്തായാലും നമ്മൾ ട്രേ തൈ വാങ്ങിച്ചതാണ് ഇവിടെ നേരിൽ കുടുങ്ങിപ്പോയതാ കൊട്ട അറിയണ്ടല്ലോ നിങ്ങളെ ഇല്ല അതിലുണ്ട് ഇല കൂടുതൽ എന്തായാലും ഇഷ്ടം പോലെ ഇല ഉണ്ട് കേട്ടോ ക്യാരറ്റ് കുറവാണെങ്കിലും ബീറ്റ്റൂട്ടിന് നമുക്ക് എന്തായാലും ഇന്നേ കഴിഞ്ഞ കുറെ കമന്റ് ആണ് നമ്മൾ തോരൻ വെച്ചു വീഡിയോയിൽ തോരൻ വെക്കുന്നു പറഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങളെ കളഞ്ഞിട്ടില്ല തോരൻ വെച്ചു സൂപ്പർ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചീര ഏതാ ക്യാരറ്റിന്റെ അപ്പൊ ക്യാരറ്റിന്റെ ഇല നമുക്ക് ഉപ്പേരി വെക്കാൻ പറ്റുമെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ക്യാരറ്റ് കൃഷി നമ്മൾ ക്യാരറ്റ് എടുക്കുന്നില്ല അതെ എല്ലാം കോഴികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ മൈൻഡ് ചെയ്യലില്ല കഴിഞ്ഞിട്ടോ ഇതിലൊരു തക്കാളി ഉണ്ട് കേട്ടോ തക്കാളി ഒക്കെ അപ്പൊ അതൊന്നും കളയണ്ട മെയിൻ പരിപാടി നമ്മളെ മൂടില്ലാത്താളി ഇവിടുന്ന് ഒഴിവാക്കലാണ് കഴിഞ്ഞു ക്യാരറ്റിന്റെ ഇതിലില്ല ബീറ്റ്റൂട്ട് പറിക്കണം ബീറ്റ്റൂട്ട് നിർത്തണ്ട എല്ലാം ഇവിടുന്ന് ഇതാക്കിയിട്ട് അടുത്ത ചട്ടി ഇങ്ങോട്ട് കയറ്റി വെക്കണതാ ഒന്ന് കാണിച്ചു കൊടുക്കാൻ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കഴുകുക ഇത് പൊട്ടിപ്പോന്നു അല്ലേ ക്യാരറ്റ് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ഉപ്പേരിക്കോ അല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കാനൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇതാ നമ്മള് ഭംഗിയും വലിയ വലിപ്പമൊന്നും നമ്മൾ നോക്കുന്നില്ലല്ലോ നമുക്ക് ആവശ്യത്തിന് കിട്ടിയത് എന്നാലും മോശമായിട്ടൊന്നുമില്ല ഒക്കെ ഒരു ഉരുളൻ ക്യാരറ്റ് നീളനും അല്ല ക്യാരറ്റിന്റെ ഷേപ്പേ അല്ല നമ്മൾ സാധാ കാണുന്ന ക്യാരറ്റിന്റെ ഷേപ്പല്ല ഇതാ ഇങ്ങനെ വന്നിട്ട് ഇത് താഴേക്ക് പോകണം ഇതിവിടെ വെച്ചിട്ട് ലോക്കായി പോയി ഒന്ന് മണ്ണ് നല്ല ടൈറ്റ് ഉണ്ട് മണൽ കുറവാണ് പിന്നെ ഒന്ന് ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ഇനാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ നമ്മൾ ക്യാരറ്റിന്റെ ഇന ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ക്യാരറ്റ് ഒന്നും ഇങ്ങനെ കൂടുതൽ കൃഷി ചെയ്യുന്ന സാധനമൊന്നുമല്ലല്ലോ നമ്മൾ ആവശ്യത്തിനും കുറച്ചായി ചെയ്യുന്നുണ്ട് നമ്മൾ അങ്ങനെ ഇനം നോക്കിയിട്ടൊന്നുമില്ല ട്രേത്തായി വാങ്ങിച്ചു പക്ഷെ കഴിഞ്ഞ വർഷം പറഞ്ഞില്ല കഴിഞ്ഞ വർഷത്തെ വീഡിയോ ആണ് നമുക്ക് നിന്റെ റിലേറ്റീവ്സ് കാണിച്ചു കൊടുത്തറിയില്ല എന്താ ക്യാരറ്റ് സൂപ്പർ ക്യാരറ്റ് അത് MS സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെ അവിടുന്ന് അവർ വിത്ത് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള വിത്തായിരുന്നു ഏതായാലും ഇതിന്റെ കൂട്ടത്തിൽ ഇതാ നമ്മുടെ ബീറ്റ്റൂട്ട് കേട്ടോ ചട്ടിയൊക്കെ പുറത്ത് വെക്കണ്ടേ ബീറ്റ്റൂട്ട് പിന്നെ ഇതാ മുകളിൽ തന്നെ ഉണ്ട് എടുക്കല്ലേ ഇനി നിർത്തണ്ടല്ലോ അന്നത്തെ ബീറ്റ്റൂട്ട് നമ്മള് പൊടിയാക്കിയില്ല കുറച്ച് ഇതിലൊന്നും ബീറ്റ്റൂട്ട് കുറച്ച് പൊടിയാക്കുന്നതിന് വീഡിയോ ഒക്കെ മതിയതല്ലേ ബാക്കി നമ്മൾ ഉപ്പേരി വെച്ച് പിന്നെ നമുക്ക് എന്തെങ്കിലും ഉള്ളത് വെച്ചിട്ട് നമുക്ക് അച്ചാർ ഇടണം കേട്ടോ അച്ചാർ കുറച്ച് രണ്ടെണ്ണം ബാക്കിയുള്ളായിട്ട് കുറച്ചൊരു അച്ചാർ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് അച്ചാറിനും ഉണ്ടാവില്ലേ ഇത് പിന്നെ വലിപ്പം വെച്ചിട്ടൊന്നുമില്ല അതാണ് ഇതൊന്നും തീരല്ല അന്ന് നമ്മൾ കുറച്ചും കൂടെ ആയി കിട്ടുന്ന നിർത്തിയതാ
ബീട്രൂട്ട് കുഞ്ഞോളെ കൊട്ട ഭയങ്കര ഭാഗ്യമാണ്. തോരൻ വെക്കാൻ എന്തായാലും ഇത് കണ്ടില്ല മൂപ്പായി പോയി. അന്നത്തെ നല്ല ഫ്രഷ് അല്ലേനില്ല, കുറച്ചുകൂടെ നമുക്ക് ടൈമായി. ഇതിന്റെ ഇല വേണമെങ്കിൽ നമുക്ക് തോരൻ വെക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തോരൻ വെച്ചിട്ട് കേട്ടോ. ചീരപ്പേരിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ട് എനിക്ക്, ഞാൻ നോക്കിപ്പോ. അതവിടെ ലോക്ക് ഇതിലൊന്നുമില്ല. ബിഎംഒൾക്കൊക്കെ കളിക്കാൻ പറ്റി ബീട്രൂട്ടാ. അത് നോക്കണ്ട, എല്ലാം ഇപ്പൊ നമുക്ക് സക്സസ് ആയി കിട്ടൂല്ല, അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല. അച്ചാറിനുള്ള എന്താ ഞാൻ ഒപ്പിക്കുന്നത്. ബീട്രൂട്ട് മോശമായില്ല കേട്ടോ. ഈ വലുപ്പമുള്ള ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലും വലിയ കുഴപ്പമില്ല, പക്ഷെ നല്ല ഇല ഉണ്ട് കേട്ടോ. ഇതിന് ഇല ഉണ്ട് കേട്ടോ. ബീട്രൂട്ട് ഒന്നും പറിക്കാനാവായിട്ട് അങ്ങനെ സമയമാവായിട്ട് ചെറുതായതൊന്നുമില്ല കേട്ടോ. ഒക്കെ ടൈം ആയിട്ടുണ്ട്. നട്ടിട്ട് 2 മാസമൊക്കെ കഴിഞ്ഞ് നമുക്ക്. അന്ന് നമ്മൾ കുറച്ച് ചെറുതായതുകൊണ്ട് വെച്ചു, പക്ഷെ വലിയ മാറ്റമൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. അപ്പൊ നമുക്കിതാ ഇഷ്ടം പോലെ ബീട്രൂട്ടിന്റെ ഇല കിട്ടിയിട്ടുണ്ട്. ബീട്രൂട്ട് കുറവാട്ടോ. ഇതാണ് കിട്ടിയതിൽ ഏറ്റവും വലുത് അല്ലേ. ബാക്കിയൊക്കെ ഇതാ ബിഎംഒൾക്കൊക്കെ കളിക്കാൻ പറ്റിയ റേഞ്ചിലുള്ള സൂപ്പർ സൂപ്പർ സാധനങ്ങളുണ്ട്. നമുക്ക് അച്ചാറിൽ കിട്ടും, ഒക്കെ വൃത്തിയാക്കിയാൽ അച്ചാറിൽ കിട്ടും. ഇവിടെ അന്ന് ബീട്രൂട്ടിന്റെ ട്രേന്ന് നമ്മൾ മുള്ളങ്കി വിളവെടുക്കുന്നതിനൊക്കെ വീഡിയോ കാണിച്ചാൽ അന്നൊരു ചെറിയൊരു മുള്ളങ്കിന്റെ തൈ ഉണ്ടായിരുന്നു. അത് ഉമ്മ വേറെ നൈറ്റ് നട്ടു കൊടുത്തു. കുറച്ച് സമയം എടുത്ത് നട്ടോ. അങ്ങനെ ട്രയൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, എടുത്ത് നട്ടു നോക്കിയതാ. അപ്പൊ അതും കൂടെ അങ്ങോട്ട് സെറ്റാക്കാം. മുള്ളങ്കി ഇതിന്റെ മേലെ തന്നെ ഉണ്ടല്ലോ. മുള്ളങ്കി ഇങ്ങനെ ആയിപ്പോയതിന്. മുള്ളങ്കിയും ക്യാരറ്റ് പോലെ ആയല്ലോ, നീളമില്ലാതെ. ആദ്യമൊക്കെ ചെയ്തപ്പോ നല്ല മുള്ളങ്കി തന്നെ അല്ലേ. ആണാണ്, ഞാൻ നോക്കിയപ്പോ ഒരു വൈറ്റ് കാണാത്തല്ല. ഒരു ശരി വ്യത്യാസം. അപ്പൊ ഒരു മുള്ളങ്കിയും കിട്ടി. അത് ക്യാരറ്റിൽ വെക്കാം. നമുക്ക് എന്തായാലും മൊത്തത്തിലൊന്ന് ഉപ്പേരി വെക്കാനാ. ഉപ്പേരി തന്നെ വെക്കാം. ജ്യൂസ് അടിക്കാൻ നമുക്ക് എന്തായാലും അടുത്തത് സെറ്റ് ആവും, അതിലടിക്കാം. കുഞ്ഞോൾ ആദ്യം നല്ല ക്യാരറ്റ് കിട്ടി. നമുക്ക് ക്യാരറ്റ് ജ്യൂസ് നല്ല ടേസ്റ്റുള്ള സംഭവം, നല്ല കുറുകി ഇങ്ങനെ വരില്ല. ജ്യൂസ് അടിച്ചാൽ ടൈറ്റിൽ വെക്കാം. നമുക്ക് ആദ്യമൊക്കെ ഇതൊക്കെ എടുത്തിട്ടേ ഒന്ന് കഴുകിയിട്ട് ഇത് കാണിച്ചു കൊടുക്കാം. പിന്നെ ഈ ചട്ടികളൊക്കെ പുറത്ത് അങ്ങോട്ട് മാറ്റി വെക്കണം. ഈ ചട്ടികൾ മാറ്റിയിട്ട് വേഗം ചട്ടി കെട്ടണം. മൂടില്ലാത്താളി എവിടെ ആവാതെ വേണം. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. ഇതെടുത്ത് ആദ്യം കൊണ്ട് പോവാം. ഞാൻ വഴി സെറ്റാക്കിയോണ്ട് ബ്രൊക്കോളിയിലൊന്നും തട്ടൂല. പിന്നെ കഴുകിയിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പൊ കഴുകാനായിട്ട് പുഴയൊക്കെ വന്നിട്ടുള്ളത്. കുറേ ദിവസമായില്ലേ പുഴയൊക്കെ ഒന്ന് വന്നിട്ട്. മെയിനായിട്ട് വരാനുള്ള കാരണം നമ്മളെ മോട്ടറിന്റെ ഫൂഡ് വാൽവ് പൊന്തും ചിലപ്പം. അപ്പൊ അത് കല്ല് വെച്ച് ലോക്ക് ചെയ്താണ്. വെള്ളത്തിന്റെ ഇത്രയും കൂടെ ഉള്ളു വെള്ളത്തിന്റെ അളവ്. ഇങ്ങനെ നീട്ടി നീട്ടി വെള്ളം ഉള്ളിടത്ത് ഇങ്ങനെ മാറ്റി വെക്കണത്. മാറ്റില്ല, അത്യാവശ്യം നീട്ടുണ്ട്. ആ സൈഡിലോട്ടൊക്കെ വെക്കും. അപ്പൊ അതൊന്ന് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. കണ്ടില്ലേ, ഒരു കല്ലിന്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് വെക്കാണ്. മോട്ടർ ഇടുന്ന സമയത്ത് ഇതൊരു പൊന്തലുണ്ട്. മുകളിലോട്ട് വന്ന് എയർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിക്കാനും പണിയൊക്കെയാണ്. മീൻ പിടിക്കാനൊക്കെ ആയിട്ടോ. കുറേ ദിവസമായി ഞാൻ പുഴയിലത്തെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടില്ല. നമ്മൾ പുഴയ്ക്ക് വന്നിട്ടൊക്കെ പുഴയിൽ വരും, ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പൊ ഒന്നും ക്ലീൻ ചെയ്യാണ്ട് സൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വെള്ളം കുറഞ്ഞു വരുന്നതനുസരിച്ച് ഇതുപോലെയുള്ള ഓടേന്റെയും മുളേന്റെ ഒക്കെ കമ്പൊക്കെ വെള്ളത്തിൽ കിടന്നാല് എല്ലാം വന്നിട്ട് കെട്ടി ഇങ്ങനെ തങ്ങിക്കും. അവിടെ നിന്ന് ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ. തട്ടിയാലും അങ്ങോട്ട് പോയിക്കോളും. അത് കണ്ടോ, എന്തെങ്കിലും ചപ്പ് വെള്ളത്തിൽ വന്നാൽ ഒഴുക്ക് കുറയുന്നതനുസരിച്ച് കെട്ടി നിൽക്കും. ഒക്കെ ഒന്ന് കഴുകിയെടുക്കാം. ബീട്രൂട്ട് വലിയ ബീട്രൂട്ട് മാത്രം ആദ്യത്തിൽ എടുത്താട്ടോ. അല്ല, ഒരുമിച്ച് വെച്ചാണ്ട് കഴുകുക. ഇങ്ങനെ ടൈം ഓരോന്നോരോന്ന് കഴുകിയെടുത്താൽ നോക്ക്. അത്യാവശ്യം ഇതായതുകൊണ്ട് കണ്ടില്ല, ഇലകളൊക്കെ കുറച്ചേ കിട്ടുള്ളൂ കേട്ടോ ഉപ്പേരി വെക്കാനുള്ളത്. ഇതാണ് നല്ല ഫ്രഷ് ഇലയിരുന്നു ആദ്യം വിളവെടുത്തതിൻ്റെ ഒക്കെ. നമുക്ക് നിറം വരാത്ത വലിയ നിറമൊന്നും ഇല്ല അല്ലേ. ബീട്രൂട്ട് വിടക്കട്ടെ. മുള്ളങ്കി വൈറ്റ് എന്നൊരു ഉരുളക്കിഴങ്ങിന്റെ നിറമുള്ള ഒരു മുള്ളങ്കി. ഇന്നാളൊക്കെ നല്ല വൈറ്റ് കാണിച്ചാ മുള്ളങ്കി തന്നെയാണ്. ഇനി നമ്മുടെ ക്യാരറ്റ് അല്ല
ചില ക്യാരറ്റ് കയ്പ്പ് ഉണ്ടാവുന്ന പറയാം, അത് ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ. ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയാ. വെള്ളം നല്ല വെള്ളം തന്നെയാണ്, ഇങ്ങനെ ഇലകൾ തങ്ങി കിടക്കണം. അവിടെ കളിക്കുന്നില്ല ഒന്നേ, കഴിപ്പൊന്നുമില്ല, മധുര നല്ല മധുര. ഷേപ്പ് എന്തായെന്ന് അറിയില്ല. ചെറിയ കയ്പുണ്ട്, ലാസ്റ്റ് കടിച്ചപ്പോൾ മധുരം ഇല്ല, അത്ര തന്നെ അല്ലേ. ചെറിയ കയ്പുണ്ടല്ലേ? ഇല്ല, അത്രക്കൊന്നുമില്ല. എന്തോ മൊത്തത്തിൽ ഇപ്രാവശ്യത്തെ ക്യാരറ്റ്, ഇനി അടുത്തത് ഞാൻ പറഞ്ഞ നട്ടതുണ്ട്, അതിലും നല്ല മണലൊക്കെ ഇട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോ ഒന്ന് ഇല്ല കിട്ടും. ഇനി എന്തായാലും ട്രയലിനുള്ള തൈകൾ നടുന്നത് ഒഴിവാക്കി. ഇവര് എങ്ങനെയുള്ള തൈകൾ നമുക്ക് തരുന്നതെന്നൊന്നും കറക്റ്റ് അറിയുന്നില്ലല്ലോ. മറ്റേ നല്ല ഹൈബ്രിഡിന്റെ തൈ ആയിരുന്നു കേട്ടോ. ഫൗണ്ടേഷൻ എന്താ ക്യാരറ്റ് നോക്ക്, ഇങ്ങനെ കാണിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്യാരറ്റ് കാണുമ്പോഴുണ്ടല്ലോ, ഇങ്ങനെ ഇല പിടിച്ചിട്ട് എത്ര നല്ല ഇത്ര ഉണ്ട് അല്ലേ, നല്ല നീട്ടും അതിനനുസരിച്ച് വണ്ണുള്ള സൂപ്പർ ക്യാരറ്റ്. ബിയമോളെ കൈ എന്തായാലും ഉഷാറായിട്ട് ബിയമോള് നട്ട ക്യാരറ്റ് അത്ര സെറ്റാ. അതോള് 1-2 കറക്റ്റാണ് ഇട്ടത്. ഒരു ഗ്രോ ബാഗിൽ 3 വിത്തായിട്ട് മുളച്ചും വന്ന് കറക്റ്റ് നല്ല കിട്ടുകയും ചെയ്തു. എന്നാലും ഉണ്ട് കേട്ടോ, നമ്മള് മോശമായി എന്നൊന്നും പറയില്ല, ഞങ്ങൾ ആവശ്യത്തിനുള്ള ക്യാരറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ അന്ന് ബീട്രൂട്ട് പറിക്കുമ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു, മണ്ണ് ഉറച്ചുകൊണ്ട് ചിലപ്പോൾ ക്യാരറ്റും ചെറുതാവുന്നു. അതുപോലെ തന്നെ ആയി കണ്ടില്ല, ബീട്രൂട്ട് നിർത്തിയിട്ടും വലിയ മെച്ചമൊന്നും ബീട്രൂട്ടിന് വന്നില്ല. അന്ന് എടുത്തപ്പോഴും ചിലപ്പോൾ ഈ വലുപ്പം തന്നെ കിട്ടും അല്ലേ. നിങ്ങൾ കുറച്ച് ചെറുതാന്ന് പറഞ്ഞാൽ നിർത്തിയല്ലേ. വീഡിയോ ഇവിടെ നിർത്തല്ലേ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഞങ്ങൾക്ക് ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ട് അങ്ങനെ തന്നെ പറയാം. നമ്മൾ വിളവ് മോശമായാലും മോശം അങ്ങനെ ടെൻഷൻ അടിക്കുന്നില്ല. അത്യാവശ്യം നമുക്ക് ഇതാ ഇത്രയും കിട്ടിയില്ലേ, ഇത് മതി. ഇതുമായിട്ട് ഇന്ന് എന്താ ഉപ്പേരിയും വെക്കാം. ബീട്രൂട്ട് എന്തായാലും വേണ്ട, ഉള്ളത് വെച്ചിട്ട് അച്ചാറിട്ടല്ലോ കുഞ്ഞോളെ. അപ്പൊ ഒന്ന് വീഡിയോ നിർത്തല്ലേ.